Let us welcome our beautiful girls, Irene Saji, Jesna Joseph, Jilsa Joseph, Jesta Joseph, and Andrea Saji for the comedy skit. എടി ചെന്താമരെ, ഇത് നമ്മുടെ കല്യാണത്തിന്റെ വർക്കാ. എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കണം. പറഞ്ഞാട്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് സദ്യ ഉണ്ടാക്കിയത് കോമഡി തന്നെ അല്ലേ? ഞാൻ വളരെ സീരിയസ് ആയിട്ടാണല്ലോ ഉണ്ടാക്കിയത്. പിന്നെ എങ്ങനെ അത് കോമഡി ആയി? അതല്ലെന്ന്, പിന്നെ ആ സദ്യ കഴിച്ചിട്ടേ എത്ര പേരാ പറമ്പിൽ പോയിരുന്നറിയാവോ? ഇനി ഇവിടെ കഴിച്ചിട്ട് എത്ര നാളോ പറമ്പിൽ പോയി. നിന്റെ കരുനാക്ക് വെച്ചൊന്നും മിണ്ടാതിരിക്കടി. ഈ വർക്കെങ്കിലും ഞാൻ മര്യാദക്ക് ചെയ്തോട്ടെ. ഇതുപോലത്തുള്ള സാധനം എന്നെ കുത്തുവാള എടുപ്പിക്കാനായിട്ട്. അയ്യോ സാബുണ്ണാ, എന്ത് ഈ കായ ഇവിടെ ഇരുന്ന് മുളച്ച്? പൈനാപ്പിൾ ഇവിടെ ഇരുന്ന് മുളച്ചെന്ന്. ഇതെന്ത് ചെയ്യണം? ഇതോ, ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് അതിലോട്ടിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഇതുപോലെ 1000 എണ്ണം കിട്ടും. അല്ലെങ്കിൽ ഇതാ ഇവിടോട്ട് എടുത്തിട്ടോ. ഇതുപോലുള്ള വിഡ്ഢികളെയാണല്ലോ ഞാൻ എന്റെ കൂടെ കൂട്ടിയത്. എടി ഒന്ന് പോടി. ഈ വർക്കിംഗ് ഞാൻ മര്യാദക്ക് ചെയ്തോട്ടെ. എടി ചെന്താമരെ. ഇതിലാണ് ഞാനങ്ങ് വീണു പോകുന്നത്. മിക്കവാറും ഈ വർക്കിലെ കാശും കൂടെ വീട്ടിൽ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ ചെന്താമരെ ദേഷ്യപ്പെട്ടു? ഞാൻ എങ്ങനെ പണിയെടുക്കും? അതിന് ഞാൻ ദേഷ്യപ്പെട്ടില്ലല്ലോ. സ്നേഹമുള്ള സ്ഥലത്തല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. എടി, നീ ആ തേങ്ങ അരച്ചായിരുന്നോ? ഇല്ല. പോയി ഇറക്കടി ആ തേങ്ങ. തേങ്ങ അരക്കൽ ഒരു പണിയും ചെയ്യൂല. ഞാൻ ഒറ്റയ്ക്കോ? നിന്റെ അടുത്ത് ഞാൻ ഇറാഖിൽ ബോംബൊന്നും വിടാനല്ല പറഞ്ഞത്, ഒരു തേങ്ങ അരക്കാനാണ്. നീ ഒറ്റയ്ക്ക് പോയാ മതി. വെറുതെ ശമ്പളമൊക്കെ കൊടുത്തിട്ട് ഉള്ള പണിയെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. എന്റെ കരൾ കൊമ്പിലും ചാറ്റുമഴച്ചോലയിൽ. കരിഞ്ഞു. ആ കരിഞ്ഞതിന്റെ പണം അവിടെ വരെ അടിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണോ എന്റെ മോളുടെ കല്യാണ രാത്രിയാണോ? സാറിന്റെ മോളുടെ കല്യാണ രാത്രി. അത് ബോധ്യം ഉണ്ടല്ലോ. ഉണ്ട് സാർ. ഇവിടെ പല പല മാന്യന്മാരായ ആൾക്കാർ വരുന്നേ. അവരുടെ മുൻപ് എന്നെ നാറ്റിക്കരുത് ദയവേത്, പ്ലീസ്. സോറി. നീ അവിടെ ഇട്ട് ഇളക്കിയാ മതി, ഇങ്ങോട്ട് ഇളക്കണ്ട. 3 മണിക്ക് മുമ്പ്, ആൾക്കാർ വരുന്നതിന് മുമ്പ് പൊറോട്ടയും ചിക്കൻ കറിയും ഇവിടെ തയ്യാറായിരിക്കണം. ഇല്ലെങ്കിൽ ഈ മേജർ മേനോന്റെ സ്വഭാവം തനിക്കണം നീ അറിയും. സാറേ, ഈ സാമ്പാർ സാബു ഒരു വർക്ക് ഏറ്റെടുത്താലേ അത് അടിച്ച് പൊളിച്ച് കലക്കി തിമിർത്ത് കൈ തരും. അല്ലടി ചെന്താമരെ, നമുക്ക് തുടങ്ങാടി. അടി പൊറോട്ട. മോളെ, അച്ഛനെന്ത് തെണ്ടിയാണ് അച്ഛാ. അച്ഛനെ പറ്റിയാണോ ഇങ്ങനൊക്കെ പറയുന്നത്? അച്ഛന്റെ മൂത്ത മോള് ഞാനല്ലേ. എന്നിട്ട് വീട്ടാരി നാട്ടാരി എല്ലാരും വിളിച്ചിട്ട് എന്റെ മോഹനേട്ടനേറ്റ അവസാനല്ലേ അച്ഛൻ വിളിച്ചേ. മോളെ, കല്യാണത്തിന്റെ തിരക്കായി പോയി അച്ഛൻ. ഇതൊക്കെ അറിയാലോ മോക്ക്. നിങ്ങളെയൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങ് വന്നാ പോരെ മോളെ. മോഹനേട്ടൻ ആദ്യം വിളിക്കാത്തോണ്ട് ചങ്ക് തകർന്നാ പഠിക്കാൻ നിക്കുക. മോനാ, എടാ അവിടെ നിക്കാ, കേറി വാടാ. ഞാൻ വിളിച്ചാൻ വരും. ഞാൻ വിളിച്ചാൻ വരും. ആ മോനാ, കേറി വാടാ. നിന്റെ അച്ഛനാണാ പറയുന്നത്, കേറി വാടാ. കണ്ടേ എന്താണ്? മോന
എടാ മോനെ മരുമോനെ നീ മിണ്ടരുത്. എടാ നീ ഇങ്ങനെ ചൂടാവാടാ. മിസ്റ്റർ അച്ഛൻ, നിങ്ങൾ ഈ നാട്ടുകാരെ മൊത്തം കല്യാണം വിളിച്ചു. എന്തിന്? എന്റെ കൂട്ടുകാരൻ ചൊറിയൻ ബിജുവിനെ കല്യാണം വിളിച്ചു. എന്നിട്ട് നിങ്ങൾ എന്നെ കല്യാണം വിളിച്ചോ? ഏറ്റവും അവസാനം. എടാ മോനെ കല്യാണത്തിന്റെ ധൃതിയല്ലേടാ അച്ഛൻ. ഒന്നും മിണ്ടരുത്. നാട്ടുകാർ അതും ഇതും പറയണ്ടെന്ന് വെച്ചാണ് ഞാൻ ഈ വീട് വരെ വന്നത്. പക്ഷേ ഈ മോഹനൻ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി പച്ച വെള്ളം കുടിക്കില്ല, ഇതിനകത്ത് കാല് കുത്തുകയില്ല. ഇത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം, ഞാൻ ഇത് കുടിച്ചോടെ നിന്നോളാം. മോനാ എടാ നീ ഇങ്ങനെ സംസാരിക്കാടാ. അച്ഛന്റെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കി. അച്ഛന്റെ സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത്രയും നേരം സംസാരിച്ചല്ലേ. വായിൽ വന്ന് പറയും വേഗം അകത്ത് കയറി വെക്കോ. സാറിന് ഇനി വോയിസ് ഇല്ല സാർ. ഇവനേത് ചേട്ടന്റെ ഭാഗത്താണ് ശരി സാർ. ഈ ചൊറിയം ബിജുവിനെയൊക്കെ ആദ്യം കല്യാണം വിളിച്ചിട്ട് ഈ ചേട്ടനെ അവസാനം വിളിച്ചത് വളരെ മോശമായി പോയി. വളരെ വളരെ മോശമായി പോയി. ഞങ്ങളുടെ കുടുംബക്കാരുടെ നീറ പട്ടി സാമ്പാർ സാബു തിളക്കുന്ന സാമ്പാറിലിട്ട് നിന്നെ മുക്കി കൊല്ലും. പൊക്കോളാം. ചെന്താമരെ വാടി പൊറോട്ട അടിക്കാം. നല്ല മോനെ ഡാ നല്ല പൊറോട്ടയും ചിക്കൻ കറിയും ഒന്ന് കഴിച്ചിട്ട് പോടാ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പൊക്കോളണം. വയസ്സാം കാലത്ത് തന്നെ മോളെ അവൻ ഭയങ്കര ദേഷ്യത്തിലാന്ന് തോന്നുന്നു. അവനൊന്ന് തണുക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അച്ഛൻ അവിടെ കല്യാണത്തിന് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പോയിട്ട് വരാം കേട്ടോ മോളെ. സമാധാനപ്പെടും കേട്ടോ. കരയല്ലേ. പെട്ടെന്ന് അടിക്കാം. എന്താടി? എന്തോ പറയാമെന്ന് മറന്നു. മോഹനേട്ടാ ഗ്യാസിന്റെ അസുഖമല്ലേ? രാവിലെ ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഗ്യാസ് ഇട്ടം വന്ന് ഇവിടെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ എന്നോട് പറയേണ്ടത് എന്റെ അനിയത്തിയുടെ കല്യാണം. ഒരു ദിവസം പട്ടി കിടന്ന മോഹൻ ചത്തൊന്നും പോവില്ല. നീ കേറിപ്പോ. എന്തേലും ചെയ്യും. എനിക്ക് ഇത്തിരി മര്യാദകളോണ്ട് ഞാൻ അവിടെ വരെ വന്നു. അത് ശരിയാണ്. അല്ലെങ്കിലും കല്യാണ വീട്ടിലെ മൂത്ത മരുമോനല്ലേ ചേട്ടൻ. എന്നിട്ട് ചേട്ടനെ വിളിക്കാതെ കല്യാണം നടത്തുന്നത് മോശമായി പോയേ. പക്ഷെ ഞാനെങ്ങാനും ആണെങ്കിലുണ്ടല്ലോ ഇതുപോലെ നാണം കെട്ട് വിലയും കുളിച്ച് ഇവിടെ ഒന്നും നിൽക്കല്ല. എന്ത് നല്ല മര്യാദയുള്ള അണ്ണനാണെന്ന് അറിയാമോ? ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പാചക പുര വരെ ഒന്ന് ഒത്തി നോക്കിയില്ലേ? പക്ഷെ ഈ സ്ഥാനത്ത് ഞാനാണെങ്കിലേ തൂങ്ങിച്ചത്തേന. നീ പൊറോട്ടക്കിട്ട് അടിച്ചാ മതി, എനിക്കിട്ട് അടിക്കണ്ട. മോനാ നിന്റെ പറയുടെ ഒക്കെ മണം അകത്ത് വരെ അടിക്കുന്നു. എടാ എല്ലാരും ധൃതി കൂട്ടുവാണ്. മോഹനല്ല സാമ്പാർ സാബു. അയ്യോ പെട്ടെന്ന് തെറ്റിപ്പോയി. സാമ്പാർ സാബു പെട്ടെന്ന് അടിക്കണം. സ്നേഹം കൊണ്ടാണ്. ഞാൻ ഇതൊന്ന് പറഞ്ഞു ചോദിച്ചില്ലല്ലോ, നീ അവിടെ ഇളക്ക്. പെട്ടെന്ന് എല്ലാം ശരിയാക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് ഒരു 500 പൊറോട്ട കൂടുതൽ അടിക്കണം. ഞാൻ ഏറ്റു. എന്റെ മരുമോൻ അവിടെ ഒറ്റയ്ക്ക് വെക്കുന്നു. മോനെ നീ ഇങ്ങനെ പ്രതിമ പോലെ നിക്കാതെ വന്ന് ഒരു പൊറോട്ട കഴിച്ചിട്ട് പോടാ. മോഹൻ ഒറ്റ തന്തേ ഉള്ളൂ. മോഹൻ ഒറ്റ വാക്കേ ഉള്ളൂ. വാക്കാണ് ഏറ്റവും വലിയ സത്യം. നീ അടുപ്പിലിട്ട് ഓതിയാ മതി, എനിക്കിട്ട് ഓതണ്ട. ജനറേറ്റർ ഓൺ ചെയ്തണ്ണ. കറണ്ട് പോയാ? കറണ്ട് പോയതൊന്നുമല്ല. ഈ അലവരാതി കിടന്ന് ഏമ്പക്കം വിട്ടതാണ്. നാണം കെട്ടവൻ. അല്ലാതെ നിങ്ങൾ രാവിലെ പറഞ്ഞല്ലേ വല്ലതും കഴിച്ചിട്ട് ഇറങ്ങിയാ മതി. നിങ്ങൾ എന്തെങ്കിലും കഴിക്കാം. എന്റെ ചവിട്ടുകൊണ്ട് നീ ഇവിടുന്ന് പൊക്കോളാം. എന്തെങ്കിലും കഴിക്കാന്ന്. ഓടി അവിടുന്ന്. അല്ല എവിടെയോ കണ്ടിട്ടുണ്ട്. ടിവിയിൽ കുക്കറി ഷോ എല്ലാം അവതരിപ്പിക്കാറുണ്ടാ? കേള് ചേച്ചി, ഈ കുക്കറി ഷോ എന്ന് പറഞ്ഞാലേ സാമ്പാർ സാബു ഇല്ലാത്തൊരു കുക്കറി ഷോ ഇല്ല. ഇങ്ങോട്ട് വിളിക്കണേ. എന്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്താണെന്നറിയോ? വള്ളസദ്യ. കഴിഞ്ഞ തവണ ഈ നെഹ്റു ട്രോഫി മത്സരത്തിൽ ഈ സാമ്പാർ സാബു ഉണ്ടാക്കി കൊടുത്ത സദ്യ കഴിച്ചവരാണ് ഫസ്റ്റ് അടിച്ചത്. അണ്ണന്റെ സദ്യ കഴിച്ചിട്ടേ വയറിളകിയിട്ട് എങ്ങനെയെങ്കിലും കര പറ്റിയാ മതി നിന്ന് തുഴഞ്ഞിട്ടാണ് അവന്മാർ അവസാനം കര പറ്റിയത്. പറമ്പും തപ്പി എത്ര എണ്ണാണ് നടന്നോന്ന് അറിയാതെ. അപ്പൊ അയ്യോ സാബുടാ നല്ല മണ്ണടാ. ചേച്ചി ഇത് കഴിക്കരുത്. ഞാൻ ഗണപതിക്കാണ് ആദ്യം വെക്കാറ്. അതുകൊണ്ട് ചേച്ചി ഇത് കഴിക്കരുത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മണത്തോ. ഇത് എന്തോന്നടി മോഹനേട്ടാ പൊറോട്ട നല്ല മണ. കഴിച്ചു നോക്ക് നല്ല മണന്ന്. മോഹനം കാണാത്ത പൊറോട്ടയോ? നീ ബിന്ദു ഹോട്ടലിലെ പൊറോട്ട വെച്ചിട്ടുണ്ടോ? അതിന് 7 അയലത്ത് വരല്ലേ ഈ സാധനം. എടി ഇതൊക്കെ മൈദാമാവാണ്. തമിഴ്നാട്ടിൽ പശയായിട്ട് ഉപയോഗിക്കുന്ന സാധനം. കണ്ടതൊക്കെ വലിച്ചു നിന്ന് വയറ് കേറി പോടി. കേട്ടാ, ഈ സാമ്പാർ സാബുവിന്റെ പൊറോട്ട എന്ന് പറയാൻ നല്ല പൂ പോലുള്ള പൊറോട്ടയാണ്. സാബുവിന്റെ മാനം പൂത്തുലഞ്ഞു, പൂമാനം പൂത്തുലഞ്ഞു. സാബണ ഇടുപ്പം നോക്കിയേ. അയ്യോ ഞാൻ നോക്കിയാ ശരിയാവില്ലല്ലോ. ഞാൻ നോക്കി മടുത്തു. ആ നോക്കൂത്തിരെ കൊടുക്കാം. ചേട്ടാ ഇതിന്റെ ഉപ്പൊന്ന് നോക്കൂ. എടാ നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞു, ഇവിടെ ഞാൻ പച്ചവെള്ളം കുടിക്കില്ല. ഇത് പച്ചവെള്ളമല്ല, സാബുവിന്റെ കറിയാ.
എടാ ഞാൻ വേണ്ടി ഉപ്പ് നോക്കാം, പക്ഷെ കഷ്ണമൊന്നും കഴിക്കാൻ വേണ്ട പറ്റില്ല. വേണ്ട, ഒന്ന് ഉപ്പ് നോക്കി ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഇല്ലെങ്കിൽ ഇത് മോശമായാലേ നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണമാണ്, മനസ്സിലായില്ലേ? ആണുങ്ങളാണെങ്കിൽ പറഞ്ഞ വാക്കിന് വില വേണം. ശ്ശോ, എടി ചെന്താമരേ, തവി ഇങ്ങോട്ട് താ. എടി നീ ഒരു കാര്യം ചെയ്യ്, നീ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. ഞാൻ ആ കല്യാണ പെണ്ണിനെ ഒന്ന് കണ്ടിട്ടേ എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ കൊടുത്തിട്ട് വരാം. ദാ ഈ പുറത്തിച്ചൊക്കെ കൊടുക്കാം. അയ്യോ അണ്ണാ, അണ്ണാ കാക്കയും പൂച്ചെന്ന് വരാൻ നോക്കണേ അണ്ണാ. അണ്ണാ ഈ മഹാഭാവി ഇത് എന്തുണ്ടാക്കി ഇത്രയും മണം? വാശി കയറി വല്ലതൊക്കെ പറയുകയും ചെയ്തു. വിശന്നിട്ട് പോയി. എന്താണ് ഇവിടെ ഒരു കറക്കം, അതും സാബുവിന്റെ പൊറോട്ടയുടെ അടുത്ത്? ചേട്ടാ ചേട്ടാ, അഭിമാനമൊക്കെ ഇട്ട് വേണമെങ്കിൽ പറഞ്ഞ 2 പൊറോട്ട ഇപ്പോഴും ഞാൻ തരാം. എന്റെ അണ്ണാക്കിലോട്ട് നീ എന്നെ കുത്തിക്കയറ്റ്. അല്ല എടി ചെന്താമരേ, ഞാനോട്ട് അണ്ണ എന്നെ മറന്നൊന്നുമില്ല. നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? നീ അതൊന്ന് ഇളക്ക്. എടി നിന്റെ അടുത്ത് കിടന്ന് ഇളവാനല്ല, അത് എടുത്ത് ഇളക്കാൻ. പൊറോട്ടയൊക്കെ എന്താടാ? പൊറോട്ട ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ശരി, അധികം സമയമില്ലടാ, ആളുകളൊക്കെ വരാൻ തുടങ്ങി. വേണ്ട, എനിക്കൊരു അരമണിക്കൂർ തന്നാൽ മതി, ഞാൻ റെഡിയാക്കി തരാം. അരമണിക്കൂർ? എടാ 3 മണിയാവും, 3 മണിക്കൂർ എല്ലാം പെട്ടെന്ന് റെഡിയാക്കാം. ശരിയാക്കി തരാം. ആ എന്റെ ഉപ്പ നോക്കിയാ ശരിയല്ല. സാബുവേ, ഓ എന്തോ പറ. നീ കോഴിയുടെ വാൽ മുറിച്ചില്ലായിരുന്നോ? എവിടെ? ആണ്ടേ വാലൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എത്ര അതിഥികള്, എന്റെ മേജർ എല്ലാ കേണൽമാര് എത്ര പേര് വരുന്നതെന്നറിയോ? ശരിയാണ്. ഇപ്പൊ എലിപ്പനിയുള്ള സമയമാണ്. അപ്പൊ ആർക്കെങ്കിലും എലിപ്പനി പിടിച്ച് ചത്തു പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യൂടാ? ഞാനല്ല, ഇവള് മനഃപൂർവ്വം ആ എലി എടുത്ത് അകത്തിട്ടാണ്. എലിയെ പിടിക്കാൻ ഞാൻ എലിപ്പെട്ടി, അതേ മനുഷ്യ അനാവശ്യം പറയരുത്. ചെന്താമരേ, നിങ്ങൾ തർക്കിക്കാൻ സമയം പ്രശ്നം പൊറോട്ട തർക്കിക്കാൻ സമയമില്ല. ഇനി 3 മണിക്കൂറൂടെ ഉള്ളൂ. ഇത് എന്തെങ്കിലും ചെയ്യും. ഇനി ഉള്ള കോഴിയോ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് കുടികുത്തി മൂടാനോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? കുടികുത്തി മൂടാ ചിക്കൻ കറിയല്ലോ. ശരി ശരി. എടി ചെന്താമരേ, ഒരു കാര്യം ചെയ്യാം, അതിനു മുമ്പ് നമുക്ക് ആ വാർപ്പെടുക്കാം. ചിക്കൻ കറിയിലെ എലി വീണ് നമുക്കൊരു കുഴി കുത്തി അത് മൂടണം. എന്നാ ആ കുഴി എന്നെ കൊണ്ടിട്ട് മൂടാ. Wow, what an effort, what a performance. Hats off to you girls. Keep it up.